ये सुबह ही वक्त एक चिंता एक सा होकर हमारा मसीह की चरणों पर आने के लिए प्रभु ने अवसर दिया। इसी कारण में मैं मसीह को धन्यवाद देता हूँ। ഈ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ये वचन की सेवकाई में आप सभी को स्वीकार कर रहा है। ആ, പത്രോസ് എഴുതിയ ലേഖനം 1 അധ്യായം 23 വാക്യം. प्रेरित पत्रोस ने पत्र लिखा प्रथम अध्याय की उसका पगले अध्याय की पगले पद 23 വാക്യം. और 23वां पद 23वां पगले अध्याय की 23वां पद കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയുമാകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. पगले पत्रोस की पत्री पगले अध्याय की 23वां पद में ये पाया जाता है, क्योंकि तुमने नाशवान नहीं पर अविनाशी बीज से परमेश्वर के जीते और सदा ठहरने वाले वचन के द्वारा नया जन्म पाया है, क्योंकि हर एक प्राणी खास से समान है। യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് ഗലാത്തിയിലും പെന്തോസിലും കപ്പദോക്യയിലും ഒക്കെയുള്ളതായ വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയതായ ലേഖനം. यीशु मसीह का चेले था प्रेरित पत्रोस, और कि जो यीशु मसीह का प्रेरित है उस परदेशियों के नाम जो पत्रुस गलातियों कप्पदोकिया आसिया और बिथुनिया में तितर बितर होकर रहते हैं। തന്റെ പ്രസംഗത്തിലുടനീളം താൻ മാറ്റമില്ലാത്തതായ എന്നേക്ക് നിലനിൽക്കുന്നതായ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അത്രേ സംസാരിച്ചത്. प्रेरित पत्रोस ने अविनाशी वचन मसीह की जो संदेश प्रचार करते ही रहते थे। കർത്താവിന്റെ വചനമോ അത് എന്നേക്കും നിലനിൽക്കുന്നു. मसीह की वचन अटल रहते हैं। നാം ഓരോരുത്തരും വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ജീവൻ പ്രാപിച്ചപ്പോഴത്രേ. और हम मसीह में रहते हैं, मसीह में हम जीवन पाया इसी कारण में। അപ്പോ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ जीवन है सनातन काल तक रहते हुए जीवन के वचन की, और हम नए सिरे से जन्म पाया है। ദൈവവചനത്തെ കുറിച്ച് പറയുന്നത് അത് ഇൻകറപ്റ്റിബിൾ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരിക്കലും ദൈവവചനം പരാജയപ്പെടുകയില്ല. मसीह की वचन के बारे में बताता है, वो वचन कभी भी नाश नहीं होता है। അത് ജീവനുള്ള വചനം അത്രേ. जीते जाते वचन है। വചനത്തെ ഒരു വിത്തിനോട് ഉപമിച്ചിരിക്കുന്നു. वचन की एक बीज के बारे में कल्पना किया है। ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് വിത്ത് പോലെ അത്രേ. और मसीह ने हमारे और प्रतिज्ञा की जो एक बीज की राई है। അങ്ങനെ നാം തിരുവചനം ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിരവധിയായിട്ടുള്ളതായ ആത്മീയമായിട്ടുള്ളതായ വിത്തുകൾ നമുക്ക് കാണുവാൻ കഴിയും. परमेश्वर की धर्मशास्त्र की शुरुआत से अंतिम तक देखेगा तो ये अविनाशी बीज की नाई बताया गया है। പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്നതായ വചനങ്ങൾ. और हमारा बीच में कोई रुकावट जो कोई घटना होता है तो भी ये वचन बीज नाश नहीं होता है। ഭയത്തിലും നിരാശയിലുമായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ളതായ വചനങ്ങൾ. निराशा में हो, दुखित हो, खेदित हो, वही परिस्थिति में रहने वालों के लिए ये वचन. രോഗത്തിലായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതായ വചനം. बीमारी की हाल में रहने वालों के लिए भी ये वचन.
അപ്പൊ ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തില് സമൃദ്ധി കൊണ്ടുവരുന്നതിനും സൗഖ്യം തരുന്നതിനും മതിയായതത്രേ. ये वचन हमारा जीवन में और बहुतायत फल लाने के लिए उपयोग करता है। വിശുദ്ധ ബൈബിളിൽ നിന്നും ആത്മീയമായിട്ടുള്ളതായ വിത്തുകൾ നമുക്ക് കണ്ടെത്തി അത് നമ്മുടെ ഹൃദയത്തിൽ അത് നാം അതിന് ഇടം കൊടുക്കുകയാണ് എങ്കിൽ, ഹൃദയമാകുന്നതായ അത് ഫലപുഷ്ടിയുള്ളതായ മണ്ണിൽ നാം അത് നടുകയാണ് എങ്കിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാകും. ये धर्मशास्त्र की एक एक मात्रा बिंदु हमारा हर प्रकार की अनिवार्य स्थिति में उपयोग करेगा तो ये बीज उगने वाले हैं। അതുകൊണ്ട് തിരുവചനത്തിൽ നിന്നും നമുക്ക് ആവശ്യമായിരിക്കുന്നതായ ആത്മീയമായ വിത്തുകൾ തിരഞ്ഞെടുത്ത് അത് നമ്മുടെ ഹൃദയത്തിലെ അത് ഫലഭൂയിഷ്ടിയുള്ളതായ ഒരുക്കപ്പെട്ടതായ മണ്ണിൽ നാം നടുകയാണ് എങ്കിൽ നിശ്ചയമായിട്ടും ഫലമുണ്ടാകും. इसी कारण में हमारा आवश्यकता की जरूरत की साथ ये वचन ढूंढ निकाल कर हमारा हृदय अच्छा बीज बोने के लिए तैयारी की खेत की नाई होना आवश्यकता है। ദൈവത്തിന്റെ വചനത്താലത്ത് നാം ഓരോരുത്തരും വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നത്. मसीह की वचन के कारण हम उद्धार पाए हुए लोग हैं। ഒരു കണ്ടെയ്നറിൽ ഒരു പാത്രത്തിൽ നാം ചില സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാറുണ്ടല്ലോ. पात्र के अंदर कई चीजों हम सुरक्षित रखते हैं। അങ്ങനെയാണെങ്കിൽ തിരുവചനം എന്ന് പറയുന്നത് അതുപോലുള്ളതായ ഒരു കണ്ടെയ്നറാണ്. അതിൽ ദൈവത്തിന്റെ ജീവൻ ഉണ്ട്. ऐसी प्रकार होवे तो एक अच्छा पात्र इसके अंदर ये बीज रखेगा तो वो हमारा हृदय के अंदर छपा कर रखेगा तो हमारा आवश्यकता के आधार पर उपयोग में ला सकते हैं। ഈ വചനത്തിൽ ദൈവത്തിന്റെ ജീവൻ അടങ്ങിയിരിക്കുന്നു. ये वचन में मसीह की जीवन निक्षिप्त है। അത് ഹൃദയത്തിൽ നിക്ഷേപിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതായ വിശ്വാസത്തോടെ ചെയ്യുന്നതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ജീവജല നദികൾ ഒഴുകുന്നത് കാണുവാൻ കഴിയും. ये वचन हमारा हृदय के अंदर निक्षेप करेगा तो आवश्यकता की आधार पर हमारा पेड़ में से हृदय के अंदर से जीवन की नदी बहने लगी। സമൃദ്ധമായ ഒരു ജീവിതം നമുക്ക് അങ്ങനെ പ്രാപിക്കുവാൻ കഴിയും. सचमुच बहुत आंदोलन की नाई हमारा जीवन बिता सकते हैं। ഈ ജലനദി നമ്മിലൂടെ ഒഴുകുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി, മറ്റുള്ളവർക്ക് സമാധാനമായി, മറ്റുള്ളവർക്ക് സൗഖ്യമായി അത് പരിണമിക്കും. ये जीवन की नदी हमारे पेड़ में से बाहर आएगा तो अशांति में रहने वालों को शांति मिल सकते हैं। അതുകൊണ്ട് തിരുവചനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ളതായ വിത്തുകൾ, ആത്മീയമായിട്ടുള്ള വിത്തുകൾ, വചനങ്ങൾ കണ്ടെത്തി അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. इसी कारण में हमारा हृदय में उचित रीति पर वो बीज उपयोग में लाने के लिए और सुरक्षित रखेगा तो हमारा आवश्यकता के आधार पर ये बीज बोने के लिए उपयोग कर सकते हैं। നാം കേൾക്കുന്ന ഈ വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അത് സാത്താൻ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാറുണ്ട്. ये बीज हमारा हृदय के अंदर सुरक्षित रखेगा लेकिन कई बीज शैतान उग लेते हैं। ഈ വചനം നമ്മുടെ ഉള്ളിലായിരിക്കുന്നത് നാം നന്നായി പോകുന്നത് പിശാചിന് തീരെ ഇഷ്ടമില്ല. ये वचन ये बीज हमारा अंधकरण में सुरक्षित रखेगा जो हमारा विरोधी शैतान को अच्छा नहीं लगता है। ഈ പിശാച് നമ്മളോട് അധികമായിട്ട് യുദ്ധത്തിന് വരുന്നത്, ഫൈറ്റ് ചെയ്യുന്നത്, പൊരുതുന്നത് നമ്മിൽ വചനമുള്ളത് കൊണ്ടത്രേ. ये शैतान हमारा बीच में विरोध में लड़ते हैं कारण ये सच्चे उगने की जीवन की बीज हमारे हृदय में है। ये उगने के लिए शैतान प्रयत्न करते हैं। വചനം ജഡമായി തീർന്ന യേശുക്രിസ്തുവിന്റെ അടുക്കൽ പിശാച് പരീക്ഷിക്കുവാൻ കടന്നുപോയത് നമുക്കറിയാം. ये वचन देहधारी होकर मनुष्यों का बीच में डेरा रखा है, इसके बारे में जानकारी है.
അതുകൊണ്ട് ഈ വചനം ശ്രദ്ധയോടുകൂടി നാം സ്വീകരിക്കുകയും വിശ്വാസത്തോടുകൂടിയും നാം അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുകയും വേണം. इसी कारण में ये वचन हमारा जीवन में उपयोग में लाने के लिए हमारा हृदय की जो दुष्ट विचार हटाकर अच्छे बीज रखते हैं, जो पात्र की नाई उपयोग में लाना जरूरत है. നാം മനുഷ്യ ജീവിതങ്ങളെ പരിശോധിച്ചു നോക്കുമ്പോൾ നല്ല നിലങ്ങളും കാണുവാൻ കഴിയും, ഒരുക്കമില്ലാത്തതായ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ളതായ മോശമായിട്ടുള്ളതായ എന്താണ് സ്ഥലങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. हम मानो के ये वचन के आधार पर जीना जाता है, ये अच्छे बीज हमारा हृदय के अंदर सुरक्षित है तो शैतान ने ये उठा लिया जाने के लिए प्रयत्न करते हैं. കൃഷി ചെയ്യുന്നതായ കർഷകർ സ്ഥലം നല്ലവണ്ണം ഒരുക്കിയതിനു ശേഷം അത്രേ വിത്തുകൾ പാകുന്നത്. अच्छे किसान और बीज बोने का खेत है, खेती करने का जगह है, अच्छे रीति पर फलाई के लिए कर रखते हैं, बीज बोना जाने के लिए. നമ്മുടെ ഹൃദയത്തിലെ ആ ഫലം നല്ല ഒരുക്കപ്പെട്ടതായ മണ്ണിൽ വിത്തുകൾ നാം പാകുകയാണ് എങ്കിൽ, വിത്തുകൾ നാം നിക്ഷേപിക്കുകയാണെങ്കിൽ അത് 30, 60, 100 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കും. भले भक्ति से जो बीज बोने के लिए खेत तैयारी कर खेत में बीज बोया जाएगा तो वो बीज 30, 60, 100% फल ला सकते हैं. അതുകൊണ്ട് ദൈവവിശ്വാസികളായി നാം ഓരോരുത്തരും നാം കേൾക്കുന്ന വചനങ്ങൾ അത് പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഇടവരാതെ വണ്ണം വളരെ ശ്രദ്ധയോടുകൂടി അത് ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. सुबह ही वक्त ये वचन आपको चेतावनी देता है, अच्छे बीज होवे तो शैतान उठा लिया ना जाने के लिए सुरक्षित रखना हमारा आवश्यकता है. നാം നിക്ഷേപിക്കുന്നതായ ആ വിത്ത് മുളച്ച് അതിൽ നിന്നും ഫലം ഉണ്ടാകണമെങ്കിലും ആ നിലം നല്ലവണ്ണം ഒരുക്കിയതായിരിക്കണം. वो बीज बोना चाहता है तो हमारा हृदय या खेत अच्छे रीति पर भले भक्ति से और तैयारी कर बोने के लिए तैयारी के साथ रहना उचित है. മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മിലുണ്ട്. मरे हुओं को बीच में से, मृतकों का बीच में से जिलाया हुआ परमेश्वर की आत्मा यीशु मसीह को जिलाया, वो सामर्थ्य शक्ति सदा सर्वदा हमारा साथ है. എന്നാൽ ആ ഒരുക്കപ്പെട്ടതായ നിലത്തിൽ വിതയ്ക്കുന്നതിന് വേണ്ടി ദൈവവചനമാകുന്ന വിത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്നു. जो बीज बोने के लिए खेत तैयार कर रखा है, इसी नहीं वचन हमारा हृदय के अंदर अच्छे रीति पर छापा करना जरूरत है. നാം എല്ലാവരും അഭിമാനിക്കാറുണ്ട് നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്ന്. हम अभिमानी है, कारण यही है हम ईसाई का लोग है. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ജസ്റ്റ് ലൈക്ക് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പോലെയുള്ളവർ എന്നത്. ईसाई नाम देता है, यीशु मसीह की नाई है, वो उनका अनुकरण करने वाले है. അപ്പോ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മിൽ പകർന്നിരിക്കുന്നു. और यीशु मसीह को मृतकों का बीच में से जिलाया हुआ वो परमेश्वर की आत्मा हमारा बीच में, हमारा शरीर में वास करते हैं. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. यूहन्ना की सुसमाचार 14 अध्याय की 3 पद में ये हम पाया जाता है, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. और 3 ആണോ 14-1. और यूहन्ना की सुसमाचार 14 अध्याय और उसका प्रथम पद में हमको ये पाया जाता है, परमेश्वर की आत्मा हमारे में वास करता है तो, और मैं ये वचन निकाल रहा हूं. तुम्हारा मन भी 14-ന്റെ 1
അതെ, तुम्हारा मन व्याकुल ना हो, परमेश्वर पर विश्वास रखो और मुझ पर भी विश्वास रखो. ഈ പ്രഭാതത്തില് ദുഃഖഭാരത്തോടുകൂടി പലവിധമായ അവശ്യതകളോടുകൂടി നിരാശയോടുകൂടി ആയിരിക്കുന്ന ഓരോ വ്യക്തികളോടുള്ളതായ ദൈവത്തിന്റെ ദൂതത്രേ ഇത്. आज ये प्लेटफॉर्म में ये वचन के साथ आए हुए सभियों के लिए कहते हैं, शायद हो निराशा में, दुखित हो, पीड़ित हो, कई प्रकार की वेदना समझने वाले हो, आप ही के लिए है ये और की वचन. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. तुम्हारा मन व्याकुल ना हो. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. 15वां अध्याय की 7वां पद में भी ये वचन ऐसा दिखाते हैं. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. यदि तुम मुझ में बने रहो और मेरे वचन तुम्हें बने रहो तो जो चाहो मांगो और वह तुम्हारे लिए हो जाएगा. ഇവിടെ ഒരു 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 റിലേഷൻഷിപ്പിനെ കുറിച്ച് എത്ര പറഞ്ഞു, ദൈവവുമായിട്ടുള്ളതായ നമ്മുടെ ബന്ധം. और यहाँ हमारा यीशु मसीह का साथ हमारा संबंध के बारे में यहाँ पर हम पाया गया है. അത് ക്രിസ്തുവിൽ തുടർമാനമായി ജീവിക്കുന്നതായ ഒരവസ്ഥ. निरंतर हमारा मसीह में रहने की बारे में वो वचन, അതാ പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിപ്പിൻ. वो तूने हमारे में वास कर. നാം ക്രിസ്തുവിൽ ആണോ നിരന്തരമായി വസിക്കുന്നത് എന്ന് ചിന്തിക്കുക. जागो, हम मसीह में रहता है नहीं है, सोच विचार करना आवश्यकता है. അത് മാത്രമല്ല, ക്രിസ്തുവിന്റെ വചനം നമ്മിലും വസിക്കണം. केवल इतना ही नहीं, वचन हमारे में भी वास करना. അപ്പോൾ ക്രിസ്തുവുമായിട്ട് നമുക്കിങ്ങനെ സജീവമായ ജീവനുള്ള ഒരു ബന്ധം നമുക്ക് നിലനിർത്തുവാൻ കഴിയുകയാണെങ്കിൽ നാം എന്ത് ചോദിച്ചാലും നൽകാമെന്നത്രേ വാഗ്ദത്തം. उस समय यीशु हमारे में, हम यीशु में वास करेगा तो हमारा जरूरत जो आवश्यकता क्या है मांगो, मिल जाएगा. നാം ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതായ ഒരു കാര്യത്തിന് വേണ്ടി, എന്ത് വില കൊടുക്കുന്നതിന് വേണ്ടിയും അത് പ്രാപിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യുന്നതിന് നമ്മൾ ശ്രമിക്കാറുണ്ട്. हमारे में कुछ प्राप्त करने के लिए हम कोई क्या कुछ करे कहे, जो सबके लिए हम मेहनत करते हैं, प्रयत्न करते हैं. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ ഉള്ളതായ ആ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി സജീവമായിട്ടുള്ളതായ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാകുന്ന വേണ്ടി ദാഹത്തോടുകൂടി നാം എപ്പോഴും പരിശ്രമിക്കും. प्यारो, आप बहुत प्यास से मसीह की ओर आए. मसीह हमारे में, हम मसीह में रहकर चाहे मांगे मिल जाएगा. ജീവനുള്ള ദൈവത്തിന് വേണ്ടിയുള്ളതായ ഒരു ദാഹം, जीते जाते परमेश्वर की आवश्यकता के लिए एक प्यास. വളരെ ക്ഷീണിച്ച് ദാഹപരവശമായി തീരുന്നതായ ഒരു മാൻ അതിവേഗത്തിൽ ജലാശയം കണ്ടെത്തുന്നതുവരെയും ഓടുന്നത് പോലെ ജീവനുള്ള ദൈവത്തിന് വേണ്ടിയുള്ളതായ ഒരു ദാഹം നമുക്കുണ്ടാകട്ടെ. अरण्य जो प्यासे है, इसका प्यास बुझाने के लिए पानी कहाँ है, पानी पीने के लिए दौड़ रहा है. इसी नाई हमारा मसीह की ओर से अनुग्रह प्राप्त करने के लिए हमारा दौड़ना आवश्यकता है. ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളതായ ആവശ്യം എന്ന് പറയുന്നത് ജീവനുള്ള ദൈവവുമായിട്ട് നമുക്ക് ഒരു അവന്റെ സാമീപ്യം അനുഭവിക്കുവാനത്രേ. हमारा जिंदगी में अमूल्य बात है तो आवश्यकता की बात है, जो यही है हमारा जीते जाते परमेश्वर की ओर से मिलता हुआ वचन. അങ്ങനെയാണ് എങ്കിൽ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കർത്താവിന് കൊടുക്കുകയാണ്, അവന്റെ വചനത്തിന് കൊടുക്കുകയാണെങ്കിൽ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരും. ऐसा हमारा जिंदगी की आयु की हर भल समय हमारा मसीह को दिया देगा तो भलाई और आदर हमारे पीछे हो लिया जाता है. അപ്പോൾ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്ന ഒരു അനുഭവം എത്ര ശ്രേഷ്ഠമായിട്ട് ഒരു അനുഭവം അത്രേ. मसीह हमारे में जीवित है, कितने अनुभव है.
അങ്ങനെയാണെങ്കിൽ പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. और ऐसा होवे तो अधोलोक की कुंजी हमारे में प्रभुता नहीं करेगा. അതികഠിനമായ പരിശോധനകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും നാം കടന്നു പോകുമ്പോഴും കർത്താവ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് ഒരു ദോഷവും തട്ടാതെ വണ്ണം അവൻ നമ്മെ പരിപാലിക്കും. और हमारा मुसाफरी में बहुत सारे क्लेश दुख और हमारा जिंदगी में रुकावट डालेगा तो हमारा मसीह में हम रहेगा तो हर और निराशा के बाद हमारे में से हट जाते हैं. നമ്മുടെ ഉള്ളിലുള്ളതായ ദൈവത്തിന്റെ വചനം അത് ജീവിക്കുന്ന വചനമത്രേ. हमारे अंधकरण में ये वचन है, जीते जाते समर्थी की वचन है. വിത്ത് വിതയ്ക്കുന്നവന്റെ ഒരു ഉപമ യേശു പറഞ്ഞു. बीज बोने वालों की एक नमूना मसीह ने बताया. പല സന്ദർഭങ്ങളിലും വിത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായ കഥകൾ യേശു പറഞ്ഞു. कई समयों में कई अवस्थाओं में बीज के बारे में वचन में हमें दिया गया है. ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, സ്വർഗരാജ്യം എന്ന് പറയുന്നത് കടുകുമണിയോട് സദൃശം എന്ന്. यीशु मसीह ने एक बार ये वचन दिया, स्वर्ग राज्य रागी की नहीं है. അവിടെ വളരെ ചെറിയ വിത്താണ് എങ്കിലും അത് വളർന്ന് വളർന്ന് വലുതായി അനേകം പക്ഷികൾക്ക്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം പക്ഷികൾക്ക് വന്ന് അഭയം തേടുവാൻ, സന്തോഷിക്കുവാൻ, വിശ്രമിക്കുവാൻ തക്കവണ്ണം അത് പ്രാപ്തിയുള്ളതായി തീരുമെന്ന്. रागी की दाना छोटा हो लेकिन अच्छे भले भूमि पर गिरा, जो उगा है, फल लाया है, बढ़ाया है, बढ़ा, उसमें आकाश की पक्षी भी आकर बसारा लगाकर वास करता है. ഒരു കടുകുമണിയോളമുള്ള നിസ്സാരമായിട്ടുള്ളതായ ഒരു പ്രവൃത്തിയാണ് പിന്നത്തേതിൽ ലോകം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നതായ ക്രിസ്തീയ സഭയുടേതായ വളർച്ചയ്ക്ക് കാരണമായി തീർന്നത്. एक रागी की नहीं, ये छोटा सा धान है, वो फूला है, फला है, फैला है और संसार में मसीह की वचन फैल गया है. ദൈവരാജ്യത്തിന്റെ പ്രതീകമായിട്ടുള്ളതായ സഭയെക്കുറിച്ച് നോക്കുമ്പോൾ പലതരത്തിലുള്ളതായ വ്യക്തികൾക്ക്, പീഡനങ്ങൾ അനുഭവിച്ചതായ വ്യക്തികൾക്ക്, വൈശാരിക പോരാട്ടത്തിലായിരുന്ന വ്യക്തികൾക്ക്, രോഗികളായിരുന്ന വ്യക്തികൾക്കൊക്കെയും ആശ്വാസവും വിടുതലും പ്രാപിക്കുന്നതിന് വേണ്ടി ഈ സഭയുടേതായ കൊമ്പുകളിൽ അവർക്ക് വന്ന് വസിക്കുന്നതിനും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നതിനും സ്തുതിക്കുന്നതിനുള്ളതായ അവസരങ്ങൾ ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. मसीह ने अपने लोगों से खरीदा हुआ लोग एक मंडली बन गई. ये मंडली के द्वारा दुनिया की कोने कोने तक कितने वेदना दुख सजा है, शैतान के जुल्म में है, फिर भी मसीह की ये चरण स्थान में आकर दिलाजा मिलता है, आजादी मिलता है. എന്നാൽ ഈ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു എന്നാണ്. ये बीज बोने के लिए जाते हैं, किसान की हाथ से कई दाना और गिर गया सड़क पर. വചനം കേട്ടു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ അത് അവിടെ തങ്ങി നിൽക്കുവാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ ശത്രുവായ പിശാച് അത് കവർന്നു കൊണ്ടുപോയി. ये बीज नीचे गिर गया है, वो उगने का समय नहीं मिला, आकाश की पक्षियों आकर उठा लिया है. പിന്നെ ചില വിത്തുകളൊക്കെ വീണത് കല്ലുകൾക്കിടയിലാണ്. और कई बीज गिरा है पत्थरों के बीच में. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവർ വെറും ജഡീകന്മാരാണ്. വചനം കേൾക്കുന്നു എങ്കിലും അവർക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. पत्थर के बीच में गिरा हुआ बीज है, शारीरिक अभिलाषाओं में जाने वाले हैं, उसको वचन अच्छे रीति पर हृदय में बैठाने के लिए अवसर नहीं मिलता है. അവർ വല്ലപ്പോഴും ഒക്കെ പ്രാർത്ഥനാ യോഗങ്ങളിൽ സംബന്ധിക്കും, പിന്നെ പലപ്പോഴും അവരെ കാണത്തില്ല, യോഗങ്ങളിൽ കാണത്തില്ല, പിന്നെ ലോകമയമായിട്ട് അങ്ങ് ജീവിക്കും. घड़ी घड़ी समय में आते हैं जाते हैं और सांसारिक जीवन बिताते हैं, मसीह की वचन से रहित है वो लोग. അവരൊരു പക്ഷേ ബൗദ്ധിക മണ്ഡലത്തിൽ, ഇന്റലക്ച്വൽ ലെവലിൽ മാത്രം ഇതൊക്കെ തത്വത്തിൽ അംഗീകരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. वो लोग शायद
और सांसारिक बात काम कार्यों में अटल रहते हैं, परमेश्वर की वचन से उन्होंने रगड़ है, അവർ ക്രിസ്തുവിൽ ജീവിക്കുന്നില്ല. मसीह में जीवित नहीं रहते हैं। പിന്നെയും വേറൊരു കൂട്ടരുണ്ട്, ഈ വചനം എന്ന് പറയുന്നത് അത് മുള്ളുകൾക്കിടയിൽ വീഴുന്നു എന്ന്. और बीज के बारे में बताया, डालियों के बीच में गिरा हुआ है। അത് ജീവിതത്തിലുള്ളതായ പ്രതിസന്ധികളുടെ മധ്യേയും അത് പരിശോധനകളുടെ മധ്യേ അവർ ഈ വിശ്വാസവും വചനവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ. खाने के बीच में भी गिरा हुआ वो बीज कई प्रकार की मुसीबत, मुश्किल, क्लेश, शोक आते हैं, ये वचन को त्याग करते हैं। ഈ വ്യക്തികളുടെ ജീവിതത്തിൽ ഒരുക്കപ്പെട്ടതായ ഒരു ഹൃദയത്തിൻ്റെതായ മണ്ണിലല്ല ഈ വിത്തുകൾ വീണത്. ये बीज गिरा है, अच्छे फले भक्ति से नहीं है। സമ്പത്തിൻ്റെതായ ചതിമോഹങ്ങളിൽ പലരും പെട്ടുപോയി ഈ വചനത്തെ അവര് നിസ്സാരമായി കാണുന്നു. और धन की खोज में रह गई, इसी कारण में ये परमेश्वर की वचन दबा दिया है। ലോകപരമായ കാര്യങ്ങൾ പിടിച്ചടക്കുന്നതിന് വേണ്ടി വ്യഗ്രതപ്പെടുന്നതായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം ഇല്ല. सांसारिक और शारीरिक अभिलाषाओं में जाने वालों को मसीह की ओर से कुछ अभिलाषा उन्हें में नहीं होता है। കാൽവരി ക്രൂശിൽ യേശു തന്റെ ജീവൻ നമുക്ക് വേണ്ടി പകർന്നു. നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിട്ടുള്ളതായ ദൈവത്തിന്റെ ന്യായവിധി യേശുവിന്റെ മേലായി. और ना संसार के लोग के पाप के कारण उसका सारे गुनाहों यीशु मसीह अपनाया है, सूली लेकर क्रूस उठाकर उन्होंने पहाड़ पर चढ़ गई है। എന്നിട്ട് ദൈവം ഇങ്ങനെ പ്രഖ്യാപിക്കത്ര പ്രവാചകനിലൂടെ, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവിൻ, വന്ന് വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. ഇത് യെശയ്യാവിന്റെ പ്രവചനം 55-ാം അധ്യായം 1-ാം വാക്യമാണ്. वो यशायाह नबी की पुस्तक 55 अध्याय पहले पद में यही दिया है कि और प्यासे है, प्यास बुझाने के लिए मेरी ओर आओ, मेरी ओर से तुम ये वचन पानी पी लो और दूध पियो, तुम आसादी के साथ रह सकते हैं। പാപികൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് പാപമോചനത്തിന് വേണ്ടി തന്റെ രക്തം ചിന്തി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതായ യേശുവിന്റെ ഇന്നത്തെ ആഹ്വാനം അത്രേ ഇത്. ये वचन आज सुबह की वचन समय आपको आमंत्रण देता है, अंगीकार स्वीकार करते हैं। ये धर्म पर चलने वालों, हे यहोवा को ढूंढने वालों, कान लगाकर मेरी सुनो। जिस चट्टान में से तुम खोदे गए और जिस खदान में से तुम निकाले गए और पर ध्यान करो। ക്രിസ്തുവിലൂടെയുള്ളതായ ഈ ആത്മരക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു ചെലവുമില്ല. നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുത്താൽ മാത്രം മതിയാകും. मसीह की ये अनुग्रह प्राप्त करने के लिए कोई कक्षा करने का जरूरत नहीं, मसीह को स्वीकार करे, अंगीकार करे, ये इतनी चेतावनी देता है। തൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും എല്ലാം ചെലവിടുന്നത് എന്തിന് എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ചോദിക്കുന്നു. यशायाह भविष्यवक्ता ने ये वचन दी, अपने मूल पुरुष अब्राहम और अपनी माता सारा के बारे में कहा, तुम्हारा मेहनत प्रयत्न वृद्ध शिष्यों के लिए नहीं, अनुग्रह के कारण के लिए विधा हो। സങ്കീർത്തനങ്ങൾ 107-ന്റെ 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, और भजन संगीता 121वां भजन संगीता में भी ये वचन देता है। അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്നും അവരെ വിടുവിച്ചു. और यही वचन दिया है, परमेश्वर की वचन के कारण आपको गड्ढे में से उबारा है। ദൈവം തന്റെ വചനത്തെ അയച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. और यहोवा परमेश्वर ने वचन को भेजा और वचन मसीह है।
मसीह के द्वारा हमारा उद्धार होता है। അതെ, ക്രിസ്തു അനേകം രോഗികളെ സൗഖ്യമാക്കി അനേകം ആം, ആ, ആളുകൾക്ക് വിടുതൽ കൊടുത്തു. और ध्यान दे, यीशु मसीह बहुत सारे बीमारियों को चंगाई दिया, और रोगों और जुआ छोड़कर उनको हल्का करके आजादी दी है। അതെ, നാശത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ഇന്നും വിടുവിപ്പാൻ തക്കവണ്ണം യേശുവിന് കഴിയും. नाश और विनाश और सारे रोगों से मुक्ति देने के लिए हमारा मसीह की और वचन आज कल भी उपयोग में होता है। യേശുവിനെ കുറിച്ചും വചനത്തെ കുറിച്ചും വെറും സാങ്കല്പികമായിട്ട് എന്തെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ക്രിസ്തുവിൽ ജീവിക്കുവാൻ കഴിയില്ല. और यीशु मसीह उनका वचन के द्वारा कुछ सांगतिक चीज, ऐसा स्वप्न की चीज समझेगा तो मसीह में से कुछ प्राप्त नहीं कर सकता है। ബുദ്ധിപരമായി ചിന്തിക്കുകയും തത്വത്തിൽ ഇതൊക്കെ അംഗീകരിക്കുകയും ചെയ്ത് നടക്കുന്നതായ വ്യക്തികൾക്ക് ക്രിസ്തുവിൽ ജീവിക്കുവാൻ കഴിയില്ല. बुद्धिमान होकर, सांगतिक, इसका मतलब नमूनादारी होकर और मसीह की वचन से रहित होकर उन्होंने ऐसा सोच विचार करते हैं, मसीह में से कुछ उनको प्राप्त नहीं कर सकते हैं। വിത്ത് വിതയ്ക്കുന്നവൻ അത് ഒരുക്കിയതായ നിലത്ത് തന്നെ വിതയ്ക്കണം. जो बीज बोने वाले ये बात समझ रहे, अच्छे खेत तो तैयारी किया हुआ, वो खेत में तुम्हारा बीज बोना चाहिए। കിച്ചൺ കൗണ്ടറിലായിരിക്കുന്നതായ അമ്മമാര് അത് അനവധിയായിട്ടുള്ളതായ വെജിറ്റബിൾസ് ഒക്കെ മുറിക്കുകയും അതിന്റെ വിത്തുകൾ അവിടെയൊക്കെ വീഴുകയും ചെയ്യും. हमारा माताओं बहनों रसोड़ा में, किचन में उन्होंने काम करते हैं, कई चीज काटते हैं, उसका बीज है कई जगहों में गिरते हैं। അപ്പൊ കിച്ചൺ കൗണ്ടറിൽ വരുന്നതായ ആ വിത്തുകളൊന്നും അത് വളരുകയില്ല. किचन में हमारा रसोड़ा में आते हैं, वो बीज उगेगा नहीं। അതിൽ നിന്നും വിത്തുകൾ മുളയ്ക്കണമെങ്കിൽ അത് ഫലപ്രാപ്തിയുള്ളതായി തീരണമെങ്കിൽ, പ്രയോജനമുണ്ടാകണമെങ്കിൽ അത് ഒരുക്കപ്പെട്ട നിലത്തിൽ ആയിരിക്കണം. मानो के यही बात है, ये बीज वो उगाना चाहता है, फलदायक बनना चाहता है, तो अच्छे रीति पर खेत तैयार किया, वो खेत में खेती करना आवश्यकता है। യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ. याकूब की पत्री पहले अध्याय की 16वां पद में यही हम पाया जाता है। മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. വാക്യം ഒന്നുകൂടെ പറഞ്ഞേ. 15-16. याकूब की पत्री पहले अध्याय और 15वां और 16वां पद में यही वचन दिया है, पाप, अपराध, और 16वां पद में यही दिया है, 15-16। हे मेरे प्रिय भाइयों, धोखा ना खाओ, क्योंकि हर एक अच्छा वरदान और हर एक उत्तम दान ऊपर ही से है, और ज्योतियों के पिता की ओर से मिलता है, जिसमें ना तो कोई परिवर्तन हो सकता है। അതെ, ഗർഭം ധരിക്കുന്നത് പോലെയാണ് പലരും മോഹത്തിൽ അകപ്പെട്ടു പോയി പാപത്തിന് വിധേയരായിത്തീരുന്നത്. जो आग्रह रखता है वो गर्भवती होता है, अपराध जन्म होता है, പാപം മുഴുത്തിട്ട് മരണത്തെ ഡെലിവർ ചെയ്യും. और पाप किया करता है वो पाप बढ़ते हैं और मृत्यु पाता है। എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നാം കൺസീവ് ചെയ്യേണ്ടത്, ഹൃദയത്തിൽ കൺസീവ് ചെയ്യേണ്ടത്, ഗർഭം ധരിക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തെ അത്രേ. हमारा हृदय में उगने के लिए, फलदायक होने के लिए वचन की बीज बोकर गर्भवती होना चाहिए। ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ആയിത്തീരണം.
एक स्त्री ने औरत ने गर्भवती होता है इसी नाई ये वचन हमारा अंधकरण में होना चाहिए. ഈ വചനം അവിടെ പ്രവർത്തിക്കുകയും നല്ല നിലത്തായതുകൊണ്ട് അത് നമുക്ക് സൗഖ്യമായി വിടുതലായി തീരുകയും ചെയ്യും. ये वचन निक्षिप्त करेगा अच्छे जगह पे है इसी कारण में जन्म होता है फलदायी वस्तु. വിത്ത് നട്ടാൽ മാത്രം പോരാ, അതിന് ആവശ്യമായിരിക്കുന്നതായ വെള്ളവും നാം കൊടുക്കേണ്ടതാണ്. बीज बोने के लिए केवल नहीं, बीज बोने के बाद में उसको उगने के लिए पानी की जरूरत भी है. അതുകൊണ്ടത്രേ വിശ്വാസികളായിരിക്കും നാം നിരന്തരം പ്രാർത്ഥനാ യോഗങ്ങൾ സംബന്ധിക്കുന്നതും ദൈവവചനം ധ്യാനിക്കുന്നതും. इसी कारण में हम परमेश्वर के चरणों पर निरंतर वचन पढ़ते हैं, ध्यान करते हैं, प्रार्थना करते हैं, आगे आते हैं. ദൈവത്തിന്റെ വചനം നമ്മുടെ നാവിലും നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകണം. मसीह की शब्द निरंतर हमारा जीव में, हमारा हृदय में छापा गया जाना चाहिए. ദൈവത്തിന്റെ വചനം അവന്റെ ഉള്ളിലുണ്ട് എങ്കിൽ അവന് ദർശനമുണ്ടാകും. परमेश्वर की वचन हमारा हृदय के अंदर छापा गया तो उसका मुंह से निकलते भले भक्ति की वचन है. അവനത്രേ സമൃദ്ധമായ ജീവൻ പ്രാപിക്കുവാൻ കഴിയുന്നത്. वो ही है और बहुतायत जीवन पाने के लिए वो हो सकता है. ദൈവത്തിന്റെ ജീവനുള്ള വചനം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമുക്ക് സന്തോഷിക്കുവാനും പ്രത്യാശയോടുകൂടി ആയിരിക്കുവാനും കഴിയും. ये वचन हमारा अंधकरण में है इसी कारण में आनंद मगन होता है. അത് നിരന്തരമായി നമ്മളുടെ ഉള്ള ഈ വചനങ്ങള് അത് നമുക്ക് ജലസേചനം ചെയ്ത് അത് ശക്തിയോടുകൂടി വളർന്നു വരുവാൻ തക്കവണ്ണം പ്രാർത്ഥനകളിൽ ഇടപെടാതെ സംബന്ധിക്കുക, അത് ദൈവവചനം ശ്രദ്ധയോടുകൂടി കേൾക്കുക. एक बीज बोया गया तो निरंतर पानी मिलता है, पानी के आधार पर उगते हैं, फल लेते हैं, फल लाता है. इससे नाई परमेश्वर की धर्मशास्त्र की भागी बनेगा तो निर्धारित समय पर हमारे में से फल ला सकता है. കർഷകൻ വിത്ത് നട്ടതിന് ശേഷം വളരെ പ്രതീക്ഷയോടുകൂടി അത്രേ ആയിരിക്കുന്നത്. किसान ने बीज बोने के बाद में बहुत प्रतीक्षा के साथ बाट जोते हैं. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ദൈവവചനം ഉണ്ടായെങ്കിൽ നാം ആഗ്രഹിക്കുന്നതായ ആ സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. हमारा हृदय में ये वचन बीज बोया गया तो उसके अनुसार हम जीदेगा तो समय पर उसको फलशिला काट कर ला सकते हैं. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവ വചനം ഉണ്ടായെങ്കിൽ, അത് എന്റെ അടിപ്പിണരുകൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായെങ്കിൽ അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗഖ്യം പ്രാപിക്കാം. ये वचन हमारा हृदय में होवे तो वो वचन के अनुसार जिएगा तो मसीह ने यही वचन दिया, मेरा घोड़े खाए हुए खाव से बहा हुआ लोहू के द्वारा तुमको चंगाई मिल जाएगा. ദൈവികമായ നന്മ പ്രാപിക്കുന്നതിന് ചില ആളുകൾക്ക് കഴിയാത്തത് അവരുടെ മനസ്സ് മുഴുവനും അത് മനസ്സ് നീക്കി വെച്ചിരിക്കുന്നത് ദുഷ്കാര്യങ്ങൾക്ക് വേണ്ടി അത്രേ. वो रोगी चंगाई के बदले काम होता है कारण ये उनका हृदय के भाग दुनियादारी नामधारी काम कार्य के लिए लगाता है. इसी कारण में അതാണ് പത്രോസ് ചോദിച്ചത് അനന്യാസിനോടും സഫീറയോടും, നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ഈ ദോഷപരമായ കാര്യത്തിന് വേണ്ടി എന്തിന് നിങ്ങൾ വിട്ടുകൊടുത്തു എന്ന്. प्रेरित पत्रोस ने अनन्या और सफीरा की और पूछताछ की, तुम्हारा हृदय शैतान काम करने के लिए उनको क्यों दिया है? അത് അവരുടെ നാശത്തിൽ അത്രേ കലാശിച്ചത്. उसके नाश के लिए ये शब्द उपयोग में आया. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്താൽ രൂപാന്തരം പ്രാപിച്ചതായ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ അയാൾ നല്ല ആഗ്രഹങ്ങളോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇരിക്കും, എത്ര അധികം നന്മ പ്രാപിക്കുവാൻ കഴിയും. ऐसा होवे तो गुणा सिवा अनुग्रह के लिए जागते हैं, प्रार्थना करेगा तो कितने फलदायक बनने के लिए प्रभु की आत्मा हमारे में काम कार्य करते हैं.
വിശുദ്ധിയോടുകൂടി ജീവിക്കുകയും ദൈവവചനം നിരന്തരമായി ധ്യാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ നന്മ കാണുക തന്നെ ചെയ്യും. पवित्रताई में जीवन बिताए और अनुग्रह के साथ अनुग्रह पाने के लिए उनके वश में रहेगा। जितना भी आनंद मगन होने के लिए अनुग्रह प्राप्त करने के लिए हमारा जिंदगी बिता सकता है। നാം ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ പലവിധമായിട്ടുള്ളതായ രോഗത്തിലും അതുപോലെ ആവശ്യങ്ങളിലും ആയിരിക്കുന്നുണ്ടാകാം. हम ये प्लेटफॉर्म में वचन सुनने के लिए कान लगाता है, मानो कि यही वचन है हमारा सखा सखी हो। वो लोग कितनों ने वेदना दुख भोग कर आगे जाता है। അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവവചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയും. ऐसा होवे तो ये वचन की बीज हमारा हृदय में बोया गया तो निर्धारित समय में उसमें से फल ला सकते हैं। ദൈവവേലയിലായിരിക്കുന്ന ദാസന്മാർ അതത്രേ ചെയ്യുന്നത്. परमेश्वर की सेवकाई में है, परमेश्वर की दासों वो ही प्रयत्न करते हैं। ശതാധിപൻ തന്റെ ദാസന് അസുഖമായി കിടന്നപ്പോൾ അവൻ യേശുവിന്റെ അടുക്കലേക്ക് പോയി പ്രാർത്ഥിച്ചു. അത് അവൻ വിശ്വാസമുണ്ടായിരുന്നു. 100 में एक व्यक्ति और उनका दास ने बीमार की हाल में हुई, उनका एक सेवक को भेजा, मेरा ये दास अभी बीमार की हाल है, मृत्यु पाने वाले हैं, आकर उनको चंगाई दिया करे। യായിറോസിന്റെ മകൾ മരിച്ചു കിടക്കുന്നു, ആ കുഞ്ഞിനെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്നാൽ അവൾക്ക് വേണ്ടി അവളുടെ പിതാവ് യേശുവിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ കടന്നുപോയി ആ മകൾക്ക് ജീവൻ തിരിച്ചു കിട്ടി. याइरोस की बेटी बीमार में हुई और मृत्यु पाई और उनका दास को मसीह की ओर भेजा और उन्हीं के लिए बिंदी की। मसीह ने उनको उठाया है, जिलाया है। ഖനാന്യ സ്ത്രീ തന്റെ മകളുടേതായ ആ വിഷമസന്ധിയില് അവൾ യേശുവിന്റെ അടുക്കൽ വിശ്വാസത്തോടുകൂടി ഓടിച്ചെന്നു. കാരണം അവിടെ അവൾക്ക് അഭയം കിട്ടും, ആശ്വാസം കിട്ടും, വിടുതൽ കിട്ടും എന്ന് അവൾ വിശ്വസിച്ചു കൊണ്ടുപോയി. ये कनानी स्त्री ने इतनी आशा भेरी होकर मसीह की ओर गया, उनका आवश्यकता बताया, मसीह तरस खाया, उनको जिलाया है। 4 സഹോദരങ്ങൾ, സ്നേഹിതർ, തങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരുത്തന്റെ സൗഖ്യത്തിന് വേണ്ടിയും അവർ അശ്രാന്ത പരിശ്രമം ചെയ്ത് വിശ്വാസത്തോടു കൂടിയും പ്രവർത്തിച്ചു. एक प्रेमी की बीमार की हाल में और उन्होंने खटिया में लेट पड़ा, लेकिन 4 व्यक्ति इतने अधिक विश्वास के साथ मसीह की ओर उनको लाया है, मसीह उनको चंगाई दी है। ദേവാലയത്തിന് മുമ്പിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവന് വേണ്ടിയും പത്രോസും യോഹന്നാനും അതത്രേ ചെയ്തത്. അവന് വേണ്ടി അവർ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായ വിടുതൽ ഉണ്ടായി. आराधनालय के डेवड़ी में आंगन में एक याजक ने भिक्षा लेने के लिए बैठा था निरंतर। यूहन्ना और पतरोस ने उनको देखा, मसीह की नाम में हाथ मिलाया, उनको हड्डियों ठीक हो गया, उठ गया, चलना और कूदना पड़ा। ദൈവത്തിന്റെ ജീവനുള്ള വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുവുമായിട്ട് ജീവനുള്ള ഒരു ബന്ധം നമുക്ക് ഉണ്ട്, ക്രിസ്തുവിൽ നാം ജീവിക്കുന്നു എങ്കിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിടുതലിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാൻ കഴിയും. और हमारा जीवन में यही बात है, हमारे में एक सामर्थ्य है, हिम्मत है, शक्ति है, तो औरों ने ऐसे धक्के मारते हुए लोग उन्हीं के लिए मांग सकते हैं, मसीह ने उनको छुटकारा भी दिया जाएगा। ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ നിരന്തരമായി ആ ബന്ധത്തിൽ തന്നെ ജീവിക്കേണ്ടതാണ്. मसीह में जीवित है, निरंतर वो वचनों की खोज में रहना भला है। ലോകപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുങ്ങുകയും പ്രാർത്ഥനായോഗങ്ങൾ സംബന്ധിക്കാതിരിക്കുകയും ചെയ്യുന്നവന് കണ്ടിന്യൂസ് ആയിട്ടുള്ളതായ ഒരു ലൈഫ് മെയിൻറ്റെയിൻ, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുവാൻ കഴിയത്തില്ല, ഡിസ്കണക്റ്റഡ് ആയി പോകും. और मसीह में है और खड़ी खड़ी आते हैं, खड़ी खड़ी जाते हैं, निरंतर मसीह की खोज में रह नहीं सकते हैं। उन्हीं का शब्द को
मसीह ने त्याग करते हैं, उन्होंने भले भक्तियों से हट जाते हैं। അതെ, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. जांच ले, मसीह में वास करते हैं, मसीह में रहते हैं, अपने आप को सोच विचार करने का आवश्यकता है। വല്ലപ്പോഴും പ്രാർത്ഥനായോഗത്തിൽ സംബന്ധിക്കുകയും വല്ലപ്പോഴും പിന്നെ പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. वो समय मिलता है, वो ऐसे ही चलते हैं, खड़ी खड़ी आते हैं। ऐसा प्रार्थना करने वालों को ये वचन मसीह और मंडली में एकदम संबंध नहीं रख सकते हैं। സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ. और नीति वचन कितना दिया? അതിന്റെ 4-ന്റെ 20, 21, 22. नीति वचन 4 अध्याय की और 21 और 22वां पद में हम देखें, മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവന്റെ സർവ്വദേഹത്തിനും സൗഖ്യവും ആകുന്നു. और ये दिया क्योंकि धर्म लोग देश में बसे रहेगा और खरे लोग ही उसमें बने रहोगे। दुष्ट लोग देश में से नष्ट हो गए और विश्वासधारी उसमें से उखाड़े जाएंगे। ദൈവത്തിന്റെ വചനം അത് ഇൻകറപ്റ്റിബിൾ ആണ്, അഥവാ അത് ഒരിക്കലും പരാജയപ്പെടുകയില്ല. परमेश्वर की वचन हर जाएगा नहीं, निरंतर वास करते ही रहेंगे। ക്രിസ്തുവുമായി ജീവനുള്ള ഒരു ബന്ധത്തിൽ നമുക്ക് എല്ലായ്പ്പോഴും തുടരാം. मसीह की वचन के आधार पर निरंतर बने रहे। ക്രിസ്തുവിന്റെ വചനം നമ്മിൽ ഉണ്ട് എങ്കിൽ നാം എന്ത് ചോദിച്ചാലും അത് ചെയ്തു തരാമെന്നുള്ളതായ വാഗ്ദത്തം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. मसीह की वचन चेतावनी हमें दिया है, तुम मसीह में रहो, जो कुछ मांगो निर्धारित समय पर मिलते रहेंगे। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ये वचन से प्रभु मसीह हमें सबों को आदर अनुग्रह दिया जाए। ആമേൻ.